ഹായ് കൂട്ടുകാരെ, ഞൊടിയിടയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു പീസ് തുണി, നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള തുണി എടുക്കുക. സ്ക്വയർ ആയിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് വട്ടം വരയ്ക്കുക. കണ്ടോ, വട്ടം വരച്ച് നമുക്ക് ഇതുപോലെ പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ 5-6 പീസ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു സൂചി നൂല്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നൂല് തന്നെ എടുക്കുക. തേണ്ട നമ്മുടെ വട്ടം വരച്ച് ഉണ്ടാക്കിയെടുത്തതിനെ എന്നിട്ട് ചുമ്മാ ഇതുപോലെ ഒന്ന് തയ്ക്കുക. സൂചി നൂല് ഉപയോഗിച്ച് എന്നാ ഈസിയാണ് നോക്കിക്കേ. ഈ മുല്ലപ്പൂവൊക്കെ കോർത്ത് ഇടുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ കോർത്തിടുക. ഇങ്ങനെ അടുത്ത് വരുമ്പോഴേക്ക് ഇതിങ്ങനെ ഒരു നല്ല പെറ്റലായിട്ട് മാറും. കണ്ടോ, എന്നാ ഈസിയാണ് നോക്കി. നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു പിള്ളേരുടെ ചെയ്യാൻ പറഞ്ഞാൽ പോലും അറിയും. 5-6 പെറ്റൽ, ഞാൻ 5 പെറ്റലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിട്ട് കെട്ടിടുക. ഇല്ലെങ്കിൽ ആ തുണിയിലേക്ക് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് സുന്ദരിയായ ഒരു ഫാബ്രിക് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്തുകൾ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു മിറർ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ തന്നെ ഫ്രെയിം നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഭംഗിയാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇനിയിപ്പം ഈ വട്ടത്തിലുള്ള ഒരു പീസ് എടുത്തതിന് ശേഷം 2ആയിട്ട് മുറിക്കുക, ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ. അപ്പോൾ 2 ഹോൾ പോലെ കിട്ടും. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് അതിൻ്റെ നടുവിലൂടെ കേട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. പ്രൊഫഷണൽ വേയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഗ്ലൂ തേക്കുക. അതിനുശേഷം റബ്ബർ ബാൻഡാണ് നടുക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ആ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഇതുപോലൊരു പീസ് കിട്ടും. അതിൻ്റെ മുകളിലും ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്ലവറിനെ ഒന്ന് ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തലയിലിടാൻ ഇതുപോലൊരു കിടക്കാഴ്ചയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിക്കുക. ഇനി ഹെയർ ബാൻഡായിട്ട് ഉപയോഗിക്കണം, ഹെയർ ബാൻഡ് ഉപയോഗിക്കാം. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കുക. ഈ ക്ലിപ്പുകളിലും ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യുക. എല്ലാം ഈ മെത്തേഡിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഒരു കാരണവശാലും പൊഴിഞ്ഞു പോരുകയില്ല. നിങ്ങൾക്കൊരു കുഞ്ഞു ബിസിനസ് ആക്കാൻ ഇത് സൂപ്പർ ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ.